നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫൈബ്രോമയാൾജിയെ കുറിച്ചാണ്. എന്താണ് ഫൈബ്രോമയാൾജി? സ്ത്രീകൾക്ക് കൂടുതലായും ശരീരഭാഗങ്ങളിൽ വേദന എന്നുള്ളൊരു കംപ്ലൈന്റുമായി നമ്മുടെ മുന്നിൽ ഒപിയിലൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ ഒരു 1, 2, 3 മാസമായി നീണ്ടു നിൽക്കുന്ന വേദനയാണ് അവർക്ക്. ശരീരത്തിന്റെ ഒരു ഭാഗത്ത് തുടങ്ങി മറ്റേ ഭാഗത്തേക്ക് മാറി മാറി വേദന. എന്ത് കഴിച്ചിട്ടും മാറുന്നില്ല, എന്ത് ചെയ്തിട്ടും മാറുന്നില്ല എന്നൊരു പരാതിയുമായി ഒട്ടനവധി ആൾക്കാർ നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ആദ്യം കുറച്ച് മരുന്ന് കൊടുക്കും. അപ്പോഴും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അടുത്ത പടിയായിട്ട് എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കും. തൈറോയിഡിനുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അനീമിയ ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ ബാക്കിയുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പടിപടിയായി ഓരോ ഘട്ടത്തിൽ ചെയ്ത് നോക്കിയാൽ അവർക്ക് അതിലൊന്നും ഒരു കംപ്ലയിന്റ് ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ നമ്മൾ ഈ മെഡിസിൻ കൊടുത്താൽ അവർക്ക് മാറുമോ? അതുമില്ല. അപ്പോൾ ഒരു നീണ്ടു നിൽക്കുന്ന വേദനകൾ ശരീരത്തിൽ മാറി മാറി വരും. ചില ടെൻഡർ പോയിന്റ്സ് ഉണ്ട് അവർക്ക്. ആ ഭാഗങ്ങളിൽ തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര വേദനയാണെന്നുള്ളതാണ് അവരുടെ കംപ്ലയിന്റായി അവർ നമ്മളെ മുന്നിലെത്തുക. ഈ വേദനയുടെ കൂടെ എന്ത് ചെയ്താലും എത്ര ഭക്ഷണം കഴിച്ചാലും ക്ഷീണമാണ്. ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. ഓൾവേസ് ഫാറ്റിക് എന്ന് പറയില്ലേ? എല്ലാ സമയത്തും ക്ഷീണം അനുഭവപ്പെടുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന്റെ കൂടെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. അതായത് കിടന്നാൽ ഉറക്കമുണ്ടാവില്ല. അതുപോലെ ഉറക്കത്തിനിടയിൽ എഴുന്നേൽക്കും. ശരിയായ വിധത്തിൽ ഉറക്കം കിട്ടായിക. നേരത്തെ എണീക്കും രാവിലെ. എത്ര ശ്രമിച്ചാലും പ്രോപ്പറായിട്ട് ഒരു സ്ലീപ്പ് ഇവർക്ക് കിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെ മെമ്മറിയിൽ പ്രശ്നമുണ്ടാവും. ഓർമ്മക്കുറവെന്ന് പറയും അവര് നമ്മളടുത്ത്. പിന്നെ കോൺസൻട്രേഷൻ കിട്ടുന്നില്ല. ഒരു ഇപ്പൊ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ വർക്ക് സ്ഥലത്തുള്ള അതായത് ജോലി സ്ഥലത്ത് അവർക്ക് ഒരു കാര്യത്തിലും കോൺസൻട്രേഷൻ കിട്ടുന്നില്ല. അവരുടെ പെർഫോമൻസ് ബാക്കോട്ട് വരുന്നു. അങ്ങനെയുള്ള കംപ്ലയിന്റ്സ് നമ്മളോട് പറയും. പിന്നെ ഒരു ഫോക്കസ് ഉണ്ടാവില്ല. എന്ത് കാര്യം ചെയ്യാൻ ആലോചിച്ച കാര്യങ്ങളിൽ ഫോക്കസ് ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഒട്ടനവധി ഒരു സിംപ്റ്റംസിന്റെ ഒരു പാറ്റേൺ ഉണ്ടാവും അവർക്ക്. നമ്മളടുത്ത് പറയുന്ന രീതിയിലും അങ്ങനെ ഒരു പാറ്റേണിലൂടെ കംപ്ലയിന്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു അസുഖത്തെയാണ് നമ്മൾ ഫൈബ്രോമയാൾജിയ എന്നൊരു ഗ്രൂപ്പിൽ പെടുത്തുന്നത്. കൂടുതലായത് സ്ത്രീകളിലാണ് കണ്ടുവരുന്നത്. 99% സ്ത്രീകളിലാണ്. 1% മാത്രം പുരുഷന്മാരെ ഈ ഒരു കംപ്ലൈന്റുമായി നമ്മൾ മുന്നിലെത്താറുള്ളൂ. അപ്പോൾ ഈ ഒരു ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനാണ് നമ്മുടെ വേദനകളുടെ സിഗ്നലുകളെ തിരിച്ചറിയുന്നത് ബ്രെയിനാണ്. പുറമേ നിന്നുണ്ടാകുന്ന ഒരു ഇതുകൊണ്ടുള്ള വേദനയായാലും നമ്മുടെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുണ്ടാകുന്ന വേദനയെ നമ്മുടെ തലച്ചോറ് തിരിച്ചറിയുമ്പോഴാണ് നമുക്കത് വേദനയില്ലാത്ത അവസ്ഥയാണോ എന്ന് മനസ്സിലാവുന്നത്. സുഷുമ്നാ നാഡിയിൽ നിന്നുള്ള സിഗ്നലുകളെ വേദനയുള്ളതാണോ വേദനയില്ലാത്തതാണോ എന്ന് തിരിച്ചറിയാൻ നമ്മുടെ തലച്ചോറ് പരാജയപ്പെടുന്ന ഇടത്താണ് ഈ ഫൈബ്രോമയാൾജി എന്നൊരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. ഈ ഒരു അവസ്ഥയിൽ ആ പേഷ്യന്റിന് എല്ലാ സമയത്തും വേദനയാണ് എന്നുള്ളൊരു തെറ്റായ ഇൻഫർമേഷനാണ് ബ്രെയിൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്താലും ഒരു ആശ്വാസം ഉണ്ടാവാത്തൊരവസ്ഥ. എത്ര മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആശ്വാസം കിട്ടാത്തൊരവസ്ഥയുമായി അവരിങ്ങനെ ഡോക്ടേഴ്സിനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കും ഈ ലേഡീസ്. ഇവർ ഈ വീട്ടിൽ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടോ പാർട്ട്നേഴ്സിനോടോ ഈ കാര്യം അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എന്താണ് പറയുന്നത്? ഇവർ വെറുതെ പറയുന്നതാണ് എന്നുള്ളൊരു അഫർമേഷൻ ആയിരിക്കും ആ പേഷ്യന്റിന് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുക. അപ്പൊ അവർ ആകെ ഒരു ഡിലമയിൽ പെട്ടിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് എല്ലാവിധ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കുക. അതായത് മറ്റുള്ള ഇതുപോലെയുള്ള വേദനയുള്ള സിംറ്റംസ് ഉണ്ടാവുന്ന ഒരുപാട് അസുഖങ്ങൾ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് അതുപോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ. അങ്ങനെയുള്ള അസുഖങ്ങളെ റൂൾ ഔട്ട് ചെയ്ത് കളയും. ഇത് അതല്ല എന്ന് ഈ ഡോക്ടർക്ക് മനസ്സിലാക്കാനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ തൈറോയിഡിലും ഇതുപോലെ ബോഡി പെയിൻ ആയിട്ടുള്ള ഒരുപാട് കംപ്ലയിൻസ് വരുന്നതാണ്. അപ്പോൾ തൈറോയിഡ്, CBC നമ്മുടെ സാധാരണയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ അതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് മറ്റുള്ള അസുഖമല്ല എന്ന് റൂൾ ഔട്ട് ചെയ്ത് വ്യക്തമായതിനു ശേഷം ഈ ഡോക്ടറുടെ പ്രധാന ജോലി എന്നത് പേഷ്യന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഫൈബ്രോമയാൾജി ആണ് നിങ്ങളുടെ അസുഖം. ഇത് തെറ്റായ സിഗ്നൽസ് ബ്രെയിൻ നിങ്ങൾക്ക് തരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് എന്ന് പേഷ്യന്റിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ പ്രധാന കടമ. അതിനോട് കൂടി തന്നെ എന്തൊക്കെ ചെയ്താലാണ് ഈ സിംറ്റംസിനെ നമുക്ക് കുറക്കുവാൻ പറ്റുക എന്നുള്ള കാര്യം കൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ ഉള്ളിലേക്ക് വേദന കുറക്കാനുള്ള മരുന്നുകൾ ഏത് സിസ്റ്റത്തിലായാലും അലോപ്പതിയിലായാലും ആയുർവേദത്തിലായാലും വേദന കുറക്കാനുള്ള മരുന്നുകൾ യഥാനുസരണം ഈ ഡോക്ടർ കൊടുക്കുകയും അതിനോട് കൂടെ തന്നെ എന്തൊക്കെ ചെയ്താൽ ഇതിനെ കുറക്കാം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതിൽ പ്രധാനമായും ചെറിയ എക്സസൈസുകൾ ചെയ്യുക. മൈൽഡ് എക്സസൈസുകൾ ഡെയിലി എല്ലാ ദിവസവും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്ത് ശീലിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് സ്ലീപ്പ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഇയാൾ എന്തൊക്കെ ചെയ്താൽ നമുക്കൊരു സാധാരണ മനുഷ്യനെ കുറച്ച് ഉറക്കത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കിടക്കാതിരിക്കുക. ഭക്ഷണം കഴിച്ച് 1 മണിക്കൂറിന് ശേഷം മാത്രം കിടക്കുക.
അതുപോലെയുള്ള സ്ലീപ്പിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ പേഷ്യന്റിനെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ പിന്നെ യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ വരുന്ന അസുഖത്തിന്റെ കാഠിന്യത്തെ കുറക്കുവാനും ഇതാണ് അവരുടെ അവസ്ഥ എന്ന് ആ പേഷ്യന്റിന് മനസ്സിലാക്കുക എന്നുള്ളതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാര്യമായി മാറാതെ അതിന്റെ കൂടെ തന്നെ ജീവിച്ചു പോകാനുള്ള ഒരു പരിശീലനം അത് ഈ സ്ത്രീകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടറുടെ പ്രധാനപ്പെട്ട കടമ. ഒട്ടനവധി സ്ത്രീകൾ ഈ ഫൈബ്രോമയാൾജിയ എന്നുള്ള ഒരു അസുഖം കാരണം ബുദ്ധിമുട്ടുകയും എന്താണെന്ന് മനസ്സിലാകാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കോപ്പിയിൽ വരുന്ന ഒരു 10 പേഷ്യന്റിൽ ഒരു 5 പേർക്കെങ്കിലും എന്നുള്ള തരത്തിൽ പോലും ഈ അസുഖം സ്ത്രീകൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഫൈബ്രോമയാൾജിയ എന്ന കാര്യത്തെ അറിയാതെ പോകരുത്. അത് അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഈ പാറ്റേൺ മനസ്സിലാക്കിയാൽ അതിനനുസരിച്ച് ജീവിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ നടത്തേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ഈ ഉറക്കക്കുറവും അതുപോലെ തന്നെ മൂഡ് ഡിസോർഡേഴ്സും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഭയങ്കരമായിട്ടുള്ള മൂഡോ പിന്നെ ഡിപ്രഷൻ, ആങ്സൈറ്റി അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അവർ കംപ്ലൈന്റ് ആയി നമ്മുടെ അടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പേടിക്കാനുള്ള ഒരു അസുഖമല്ല. ഫൈബ്രോമയാൾജിയ എന്നുള്ളത് തെറ്റായ സിഗ്നൽസ് ബ്രെയിൻ എടുക്കുന്നത് തോന്നുന്ന ഒരു അസുഖമാണെന്ന് അവരെ മനസ്സിലാക്കി എക്സസൈസ്, യോഗ, ശരിയായ ഉറക്കം, സ്ലീപ്പ് പാറ്റേൺ എന്നിവയിലൂടെ മുന്നോട്ട് പോവുകയും അതിന്റെ കൂടെ തന്നെ ഉള്ളിലേക്ക് മരുന്നുകൾ കഴിക്കുകയും പിന്നെ ആയുർവേദത്തിലാണെങ്കിൽ പുറമേയുള്ള കുറച്ച് എക്സ്റ്റേണൽ തെറാപ്പീസ് അതൊക്കെയുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മൾ ഈ സ്ത്രീകൾക്കായി പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഫൈബ്രോമയാൾജിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു.